അതിന് എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ മാധവേട്ട. അവസാന നിമിഷം അടുക്കുമ്പോഴും എന്റെ കയ്യെത്തും ദൂരത്ത്, കുറച്ചും കൂടി പറഞ്ഞ ശ്വാസ ദൂരത്തിൽ എന്റെ ജീവന്റെ ജീവനായവനുണ്ടല്ലോ. നീ നന്നായി സാഹിത്യം പറയുന്നു. എത്ര കണ്ടാലും മതിവരാത്ത കടലും ശാന്തമായി പതയുന്ന തിരമാലകളും മരണത്തിന്റെ മണം കൊണ്ടുവരുന്ന കാറ്റും ചിലപ്പോ സാഹിത്യം പറയിപ്പിക്കുന്നതായിരിക്കും. മനുഷ്യന്റെ ഏറ്റവും വലിയ നിസ്സഹായതയായിരിക്കും ചോദിച്ചു വാങ്ങുന്ന മരണം. കാത്തിരുന്നാൽ കിട്ടുമെന്ന് ഉറപ്പുള്ളതിനെ നമ്മൾ അങ്ങോട്ട് തേടിപ്പോകുന്നു. മാധവേട്ടന് ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ടോ? അല്ല, അശോകേട്ടൻ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. അതെ, ഇന്ന് ഞാൻ കുറച്ച് സന്തോഷത്തിലാണ്. സന്തോഷം തരുന്ന ഒരു വാർത്ത കേട്ടതിന്റെ വലിയ സന്തോഷം. സന്തോഷം തരുന്ന വാർത്തയോ? അതെന്താ? ചന്ദ്രികയെയും മാധവനെയും കാണാനില്ല. കാണാനില്ലെന്നോ? അതെ, വീട് വിട്ടിറങ്ങി എങ്ങോ പുറപ്പെട്ടു പോയെന്നാ കേട്ടത്. ആ, രണ്ടുപേർക്കും പ്രായമായില്ലേ, വേലയും കൂലിയും ഒന്നുമില്ല. അഥവാ ഉണ്ടായാലും പണിയെടുക്കാനുള്ള പ്രാപ്തിയില്ല. 10 പൈസയ്ക്ക് ആദായവും ഇല്ല. 3 നേരം ഭക്ഷണവും കൊടുക്കണം. അങ്ങനെ നല്ല ഒന്നാം തരം ബാധ്യതയായി വന്നപ്പോ ഈ മക്കൾക്കൊക്കെ നന്നേ മടുത്തിട്ടുണ്ടാവും. ഒന്നുമില്ലെങ്കിലേ ഈ മക്കള് സൽപുത്രരെ അടിച്ചിറക്കിയതാവാം. അല്ലെങ്കിൽ ഈ മക്കളുടെ ആട്ടും തുപ്പും ശാപവാക്കുകളൊക്കെ കേട്ട് രായ്ക്ക് രാമാനം ആരും അറിയാതെ നാട് വിട്ടതുമാവാം. അങ്ങനെ ദൈവത്തിന് നിരക്കാത്തതൊന്നും പറയാതെ. അങ്ങനെയൊന്നും ആയിരിക്കില്ല. അവരെ പൊന്നു പോലെ നോക്കാൻ വന്ദനയും വസന്തയും പ്രകാശും മനോജും ഒക്കെ ഉണ്ട്. അവരാരും വയസ്സായ അച്ഛനമ്മമാരെ തള്ളി പറയുന്നവരുമല്ല. എന്റെ അറിവിൽ വർഷ എന്ന ഇളയ മകൾ ഇല്ലാതായി എന്ന ഒരൊറ്റ ദുഃഖം മാത്രമേ അവർക്കുള്ളൂ. നിക്ക്, എന്താ എന്താ പെട്ടെന്ന് ഒരു ചുമ? അതെന്താന്നാ ചോദിച്ചത്? മാധവനെയും ചന്ദ്രനെയും കുറിച്ച് പറഞ്ഞപ്പോ വേലക്കാരി അമ്മാവനെന്താ ചുമ? പെട്ടെന്ന് എന്തോ ഒരു ഫീലിംഗ് ഉണ്ടായതുപോലെ. എന്താ മാധവനെയും ചന്ദ്രനെയും അമ്മ അറിയോ? ഞാനെങ്ങനെ അറിയാനാ? അമ്മയും സാറും ഒക്കെ പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ എനിക്ക്. അതെ, നിർത്താത്ത ചുമയാണെങ്കിൽ കുറച്ച് ആവി പിടിച്ചാ മതി. ശരി സർ. ആ ചെല്ല്. സംഗീതേ, മാധവന്റെയും ചന്ദ്രികയുടെയും പേര് കേട്ടപ്പോ ഇവൾക്കൊരു ചുമ വന്നില്ലേ? ആ ചുമ സൂക്ഷിക്കണം. അശോകേട്ടാ, കാണാതായിരിക്കുന്നത് അശോകേട്ടന്റെ കൂടെപ്പിറപ്പായ ചന്ദ്രികയും ഭർത്താവിനെയാണ്. അവരെ അശോകേട്ടൻ അന്വേഷിച്ചു പോയില്ലെങ്കിലും ഒരൽപ്പം സങ്കടമെങ്കിലും തോന്നേണ്ടതല്ലേ? അല്പമെങ്കിലും അലിവോ സഹാനുഭൂതിയോ എന്നിൽ നിന്ന് ആരും പ്രതീക്ഷിക്കണ്ട. കുടുംബം തൊലച്ച് ഇറങ്ങിപ്പോയവളും ഇറക്കിക്കൊണ്ടുപോയ ചതിയനും പെരുവഴി കിടന്ന് വെള്ളം കിട്ടാതെ ചത്തു തൊലയണം. അങ്ങനെ ഒരു പ്രാർത്ഥനയോടി ഈ അശോകവർമ്മയ്ക്ക്. അശോകേട്ടാ, എന്താ
എന്താ നിനക്ക് പറയാനുള്ളത്? ഒന്നുമില്ല. അതല്ലല്ലോ, എന്തോ ഉണ്ട് നിന്റെ ഉള്ളിൽ. എന്താണെങ്കിലും പറഞ്ഞ് തുലക്കണേ, കേക്കട്ടെ നിന്റെ മനസ്സിലിരിപ്പ്. എന്റെ ഒരാഗ്രഹമാ, ഉം. ചന്ദ്രികയുടെ കുടുംബത്ത് പോയി എന്താ സംഭവിച്ചെന്ന് അറിയണമെന്ന്. വന്ദനെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്നുണ്ട്. സംഗീത, ഒരു നാത്തൂന്റെ തികച്ചും ന്യായമായ ആഗ്രഹം, അനുവദിക്കപ്പെടേണ്ട ആഗ്രഹം അല്ലേ? പോകരുത്. ഒരടി നീ ഇവിടുന്ന് ചലിച്ച പിന്നെ നീ ഈ കോവിലകം കാണില്ല. അറ്റുപോയ ബന്ധങ്ങളൊക്കെ ഏച്ചു വച്ച അത് പിന്നെ ഊറി പിടിക്കില്ലടി, വല്ലാതങ്ങ് മുഴച്ചിരിക്കും. ആശ്വസിപ്പിക്കാൻ നടക്കും. അവളുടെ ഒരു നാത്തൂൻ സ്നേഹം